നമസ്കാരം. ദൂരദർശന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോഡ്സ് ഓൺ കൺട്രിയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ വിശേഷങ്ങളാണ് ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രിയിൽ. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ വ്യക്തമായ സ്ഥാനമാണ് കോട്ടയത്തിനുള്ളത്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയാണ് കോട്ടയം. നിരവധി മലയാള ദിനപത്രങ്ങളുടെ അച്ചടിക്ക് തുടക്കം കുറിച്ച ജില്ല കൂടിയായതിനാലാവാം അക്ഷരനഗരി എന്ന പേരും കോട്ടയത്തിന് സ്വന്തം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം തിരുനൽക്കര മൈതാനിയിലാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കത്തക്ക രീതിയിലുള്ള മൈതാനമൊന്നും ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മാളികക്കൽ TC മെമ്മോറിയൽ സ്മാരക ഗേറ്റ്, TM ഹസൻ റാവുത്തർ സ്മാരക ഗേറ്റ്, അതേപോലെ മന്ന സ്മാരക ശതാഭിഷേക മണ്ഡപം എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. റബ്ബർ വ്യവസായത്തിന് പേരുകേട്ട ജില്ല കൂടിയാണ് കോട്ടയം. കോട്ടയത്ത് നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലായി ചുങ്കം എന്ന സ്ഥലത്താണ് ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയം പഴയ സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിലും മലങ്കര സഭാ ചരിത്രത്തിലും നിർണായകമായ പങ്കുവഹിക്കുവാൻ ഈ സെമിനാരിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷാ പഠന കേന്ദ്രമാണ് ഇത്. 1815 ജോസഫ് മാർ ദിവനിയാസിയസ് ഒന്നാമൻ മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിലാണ് ഈ സെമിനാരി പണി കഴിപ്പിച്ചത്. ബ്രിട്ടീഷ് റെസിഡന്റ് കേണൽ മൺട്രോയുടെ ശുപാർശ പ്രകാരം തിരുവിതാംകൂർ മഹാറാണി ഗൗരി പാർവതിബായിയാണ് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലവും തടിയും കരമൊഴിവാക്കി നൽകിയത്. പഠിത്ത വീട്, കോട്ടയം കോളേജ്, സിറിയൻ കോളേജ് തുടങ്ങി വിവിധ പേരുകളിൽ ഈ ഗുരുകുലം അറിയപ്പെടുന്നു. സെമിനാരിയെ ഏറ്റവും ആകർഷണീയമാക്കുന്നത് തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച 3 നിലയുള്ള നാലുകെട്ടാണ്. കേരളീയ ശൈലി വിളിച്ചോതുന്ന ഈ നാലുകെട്ട് പൂർണ്ണമായും തടികളാലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രശാന്തമായ അന്തരീക്ഷവും വിശാലമായ നടുമുറ്റവും നാലുകെട്ടിന്റെ ഭംഗിക്ക് മാറ്റുകൂട്ടുന്നവയാണ്. പണ്ട് ഇത്
മലങ്കര സഭയുടെ ആസ്ഥാന കേന്ദ്രമായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ മലങ്കര സഭയെ നയിച്ച തിരുമേനിമാരുടെ ഛായാചിത്രങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. വിവിധ ചരിത്ര രേഖകളുടെ കോപ്പികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ മുറിയിലായിരുന്നു മലങ്കര സഭയെ കാലാകാലങ്ങളിൽ ഭരിച്ചിരുന്ന ആത്മീയ പിതാക്കന്മാർ ഭരണം നിർവഹിച്ചിരുന്നത്. പണ്ട് ആരാധനയ്ക്കായി ഉപയോഗിച്ചിരുന്ന കാസ, പീലാസ തുടങ്ങിയവയും മെത്രാപ്പൊലീത്തമാരുടെ അംശവസ്ത്രങ്ങൾ, അംശവടിയും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പണ്ട് ഉപയോഗത്തിലിരുന്ന പല്ലക്കാണിത്. ജലമാർഗം മീനജലാറിലൂടെ ഇവിടെ എത്തിച്ചിരുന്ന വിശിഷ്ടാതിഥികളെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പല്ലക്ക് ഉപയോഗിച്ചിരുന്നത്. ജോസഫ് മാർ ദിവന്യാസിയോസ് അഞ്ചാമൻ സ്മാരക ചരിത്ര മ്യൂസിയമാണിത്. രാജാ രവിവർമ്മ വരച്ച വ്യത്യസ്തവും അപൂർവവുമായ ചിത്രം ഇവിടെ കാണാൻ സാധിക്കും. റോയൽ കോടതി വിധിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം വരച്ചിരിക്കുന്നത്. വിവിധ ഭാഷകളിലുള്ള വേദപുസ്തകങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. ഗുണ്ടഡ് ബൈബിൾ, ഹിന്ദി ബൈബിൾ, ജെറുസലേം ബൈബിൾ, ഗ്രീക്ക് ബൈബിൾ, സുറിയാനി ബൈബിൾ, സംസ്കൃത ബൈബിൾ തുടങ്ങി 15ഓളം ഭാഷകളിലുള്ള വേദപുസ്തകങ്ങളാണ് ഇവിടെയുള്ളത്. ഔദ്യോഗിക സ്ഥാന ബഹുമതിയായി ക്രിസ്ത്യാനികൾക്ക് വസ്ത്രങ്ങളിൽ ചേർക്കുന്ന അലങ്കാര ചിഹ്നമായ പതക്കമാണിത്. പണ്ട് കാലത്ത് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ച 72 പദവികളിൽ ഒന്ന് മുൻകൈയിലുള്ള ഈ പതക്കമായിരുന്നു. കേണൽ വെൽവെഷ് വരച്ച ചിത്രങ്ങളുടെ ശേഖരവും വിക്ടോറിയ രാജ്ഞി, പുരോഹിതന്മാരുടെയും മെത്രാപ്പൊലിത്തമാരുടെയും ഛായാചിത്രങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗത്തിലിരുന്നതും ഉപയോഗത്തിലുള്ളതുമായ നാണയങ്ങളുടെ ശേഖരം മറ്റൊരു ആകർഷണീയതയാണ്. ബൾഗേറിയ, ജോർദാൻ, സൈപ്രസ്, എത്യോപ്യ തുടങ്ങി നിരവധി രാജ്യങ്ങളുടെ നാണയങ്ങൾ ഈ ശേഖരത്തിൽപ്പെടുന്നു. നിരവധി ചരിത്രരേഖകളുടെയും പടിയോലകളുടെയും കോപ്പിയും ഇവിടെ കാണാൻ സാധിക്കും. ഇംഗ്ലീഷ്, സുറിയാനി ഭാഷകളിലുള്ള അത്യപൂർവ ഗ്രന്ഥങ്ങളുടെയും താളിയോലകളുടെയും ശേഖരമാണ് മ്യൂസിയത്തിന്റെ പ്രധാന ആകർഷണീയത. ആയിരത്തി 1811 ബോംബെ കോയർ പ്രസിൽ അച്ചടിച്ച വിശുദ്ധ സുവിശേഷങ്ങളുടെ മലയാളം പരിഭാഷയാണിത്. കായംകുളം ഫിലിപ്പോസ് റമ്പാനാണ് ഇത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഹിന്ദു സ്തുതികൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിന്റെ യഥാർത്ഥ പതിപ്പ് ഇവിടെയുണ്ട്. തുകലിൽ എഴുതിയ ഗ്രന്ഥം, മരത്തിന്റെ തോലിലുണ്ടാക്കിയ പേപ്പർ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
16-ാം നൂറ്റാണ്ട് മുൻപുള്ള ഇന്ത്യയിലെ ബിഷപ്പിന്റെയും പുരോഹിതന്റെയും അംശവസ്ത്രങ്ങളുടെ ചിത്രങ്ങളാണിത്. കല്ലിൽ ചിത്രപ്പണികളോടുകൂടി കൊത്തിയുണ്ടാക്കിയ ചെറിയ പെട്ടി, നിറപറ എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമകൾ മറ്റൊരു ആകർഷണീയതയാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളുടെ രേഖാചിത്രങ്ങൾ ഇവിടെയുണ്ട്. പുതുപ്പള്ളി പള്ളി, കോട്ടയം ചെറിയ പള്ളി, കടമുറ്റം പള്ളി, നിരടം പള്ളി എന്നിങ്ങനെ പഴയ മാതൃകയിൽ നിർമ്മിച്ച നിരവധി പള്ളികളുടെ ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. വൈദേശികാധിപത്യത്തിനെതിരെ നടന്ന കോനംകുരിശ് സത്യത്തിന്റെ പടുകൂറ്റൻ ചിത്രമാണിത്. വിജ്ഞാനത്തിന്റെ അക്ഷയഖനിയായ പഴയ സെമിനാരിയിലെ ലൈബ്രറിയാണിത്. വേദശാസ്ത്രത്തിന്റെ ഈറ്റില്ലമായ സെമിനാരിയിലെ ലൈബ്രറിയിൽ ഏകദേശം 1,00,000-ൽ പരം ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ട്. 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് വിവിധ ലൈബ്രറി വിഭാഗങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത്. മാർ ഗ്രിഗോറിയോസ് സ്മൃതി ലൈബ്രറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സുറിയാനി ഗ്രന്ഥങ്ങളുടെ കൈയെഴുത്ത് പ്രതികളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സെമിനാരിയുടെ ചാപ്പലാണിത്. ദിവസവും 7 നേരം മുടങ്ങാതെയുള്ള യാമപ്രാർത്ഥനകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ നാമത്തിലാണ് ഈ ചാപ്പൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇലച്ചാറുകളും പഴച്ചാറുകളും സമന്വയിപ്പിച്ചുകൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇവിടുത്തെ മദ്ബഹായുടെ പ്രത്യേകത. സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടി ജോസഫ് മാർ ദിവന്യാസിയോസ് ഒന്നാമൻ, മലങ്കര മെത്രാപ്പൊലിത്തയായ ജോസഫ് മാർ ദിവന്യാസിയോസ് അഞ്ചാമൻ, പട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ്, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തുടങ്ങിയ മെത്രാപ്പൊലിത്തമാരുടെ കബറിടങ്ങൾ ഈ ചാപ്പലിലുണ്ട്. സുറിയാനി, മലയാളം എന്നീ ഭാഷകളിലാണ് ഇവിടെ ആരാധന നടത്തുന്നത്. ഇടവിടാതെയുള്ള യാമപ്രാർത്ഥനകൾ ഇവിടുത്തെ അന്തരീക്ഷത്തെ പ്രാർത്ഥനാപൂർണമാക്കുന്നു.
ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ ക്ലാസുകൾ നടക്കുന്നത് ഇവിടെയാണ്. ഭാരതീയമായ ഗുരുകുല സമ്പ്രദായവും ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് തുടങ്ങിയ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റികളിലെ റെസിഡൻഷ്യൽ കോളേജ് സമ്പ്രദായം സമന്വയിപ്പിച്ചുകൊണ്ടാണ് പഴയ സെമിനാരിയുടെ വിദ്യാഭ്യാസം ആദ്യം മുതലേ സംവിധാനം ചെയ്തിരിക്കുന്നത്. BD, MTH, DTH തുടങ്ങി നിരവധി കോഴ്സുകൾ ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഇതോടൊപ്പം അവൈദികർക്ക് വേണ്ടിയുള്ള പഠന പദ്ധതികളും ഇവിടെയുണ്ട്. അച്ചടക്കവും ആത്മീയതയും നിറഞ്ഞ ക്ലാസ് റൂമുകളും പഠനാന്തരീക്ഷവുമാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ഇനി നമുക്ക് ഐക്കണോഗ്രാഫി ചിത്രകലയെ പരിചയപ്പെടാം. സാരൂപ്യ സേക്രഡ് ആർട്ട് എന്ന വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഐക്കണോഗ്രഫി എന്ന ചിത്രകലാ പഠനം ഇവിടെ നടത്തിവരുന്നു. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ചിത്രകലാ രീതിയാണിത്. ചിത്രത്തിന്റെ ബാഹ്യ സൗന്ദര്യത്തെക്കാൾ ആന്തരിക സൗന്ദര്യം വരച്ചു കാട്ടുന്നതാണ് ഈ ചിത്രകലയുടെ പ്രത്യേകത. ചിത്രരചന പരിശീലിപ്പിക്കുക എന്നുള്ളത് ഐക്കണോഗ്രഫി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രത്യേക രീതിയിലുള്ള, പ്രത്യേക ശൈലിയിലുള്ള മതചിത്രങ്ങളുടെ രചനയ്ക്കാണ്. സാധാരണഗതിയിൽ പൗരസ്ത്യ സഭകളിൽ ഉപയോഗിക്കുന്ന ചില ചിത്രങ്ങളുടെ ശൈലിയുണ്ട്. ഉദാഹരണമായിട്ട് ഇത് കന്യക മറിയാമും യേശു കുഞ്ഞും ഉള്ള പടം വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഇത് ഫിൻലൻഡുകാരിയായ ഒരു ഐക്കണോഗ്രാഫർ ഇവിടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവരെ രചിച്ചതാണ്. ഇവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയായ ജീസന്റെ പുതിയ രചനയാണ് ഇത്, യേശുക്രിസ്തുവിൻ്റെ മുഖം. കേരളത്തിലും ഒരു കാലത്ത് മതചിത്ര രചന ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അത് പള്ളികളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാശ്ചാത്യ ചിത്രകലയിൽ, പ്രത്യേകിച്ചും നവോത്ഥാന കലയിൽ മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ദാവിഞ്ചി തുടങ്ങിയ ആളുകളുടെ ചിത്രങ്ങളിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് മനുഷ്യ മാതൃകകളെ ഇരുത്തി വരച്ച പടങ്ങളാണ് യേശുവിൻ്റേതോ അല്ലെങ്കിൽ വിശുദ്ധ മറിയാമിൻ്റേതോ വിശുദ്ധന്മാരുടേതോ ഒക്കെ. എന്നാൽ ഈ ഓർത്തഡോക്സ് ഐക്കണോഗ്രഫിയിൽ അങ്ങനെ ഉള്ള രീതിയല്ല എടുത്തിരിക്കുന്നത്. അവിടെ ആ വ്യക്തിയുടെ ആന്തരികമായ ഭാവങ്ങൾ, പ്രത്യേകിച്ചും വിശുദ്ധനായ അല്ലെങ്കിൽ വിശുദ്ധയായ ഒരു വ്യക്തിയുടെ ആന്തരിക വിശുദ്ധി പുറത്ത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ ഉള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ചിത്രകലയാണ്. അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് പെട്ടെന്ന് ഈ യഥാർത്ഥ ചിത്രങ്ങൾ പോലെ അത് രുചിച്ചു എന്ന് വരികയില്ല. ഇത് വരയ്ക്കുന്നത് വളരെയധികം പ്രാർത്ഥനയോടും പല സമയങ്ങളിലും അതിൻ്റെ ചിത്രകാരന്മാർ ഉപവസിച്ചും ധ്യാനത്തോടും കൂടിയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അതായത് ആ ചിത്രങ്ങളിലൂടെ ഒരു ആത്മീയമായ അന്തരീക്ഷം സംജാതമാക്കണം എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം. സംഗീതത്തെ പരിപോഷിപ്പിക്കുന്ന സെമിനാരിയുടെ ശ്രുതി എന്ന സംഗീത വിദ്യാലയമാണിത്. സുറിയാനി സംഗീത പാരമ്പര്യത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ശ്രുതി എന്ന സംഗീത വിദ്യാലയത്തിന്റെ പ്രധാന ലക്ഷ്യം. കർണാടക സംഗീതത്തിലും റഷ്യയിലും ഇംഗ്ലണ്ടിലുമുള്ള ആരാധനാ സംഗീത വിദ്യാലയങ്ങളിൽ ഉപരിപഠനം കഴിഞ്ഞ അധ്യാപകരാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. സുറിയാനി സംഗീതത്തിന്റെ രാഗങ്ങളെക്കുറിച്ചും ഉപയോഗങ്ങളെക്കുറിച്ചും ഗവേഷണ പഠനങ്ങൾ ഇവിടെ നടത്തിവരുന്നു. പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിനായി ആധുനിക രീതിയിലുള്ള ഡിജിറ്റൽ സ്റ്റുഡിയോയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാർഷിക വൃത്തിയെ പരിപോഷിപ്പിക്കുന്നതിനായി വിവിധയിനം കൃഷികളും അപൂർവ ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളുടെ തോട്ടവും സെമിനാരിയിൽ നട്ടുവളർത്തി പരിപോഷിപ്പിച്ചു വരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പഴയ സെമിനാരിയിൽ ആരംഭിച്ചിരിക്കുന്ന മാതൃക ഔഷധ തോട്ടമാണ് ഇത്. ഏകദേശം 1.5 ഏക്കറിൽ ഔഷധ ചെടികൾ കൃഷി ചെയ്യുന്നു.
300-ൽ പരം ഔഷധ ചെടികൾ ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കതും അപൂർവ ഇനങ്ങൾ തന്നെയാണ്. ഔഷധ ചെടികളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനവുമാകാൻ വേണ്ടിയാണ് ഈ തോട്ടം പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഈ ചെടികളിലൂടെ ആയുർവേദം വഴി സമൂഹത്തിന് കിട്ടുന്നതായ സംഗതികളെയും പരിചയപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമായ ഒരു ലക്ഷ്യമാണ്. പഴയ സെമിനാരിയിലെ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും ഔഷധ ചെടികൾ വളരുന്നതിന് വളരെ സഹായകരമാണ്. അതുകൊണ്ട് ഇവിടെ ചെടികൾ മണ്ണിൽ പിടിപ്പിക്കുകയാണ് ചെയ്തത്. ചട്ടിയിൽ പിടിപ്പിക്കേണ്ടതായ ചെടികളുണ്ട്, പക്ഷേ ഇത് മണ്ണിൽ നമ്മൾ നട്ടാണ് ഈ കൃഷിത്തോട്ടം നമ്മൾ മാതൃകയാക്കിയിരിക്കുന്നത്. ഇത് നീലക്കൊടുവേലിയാണ്. കൊടുവേലി തന്നെ പല ഇനങ്ങളുണ്ട്. വെള്ളക്കൊടുവേലി, നീലക്കൊടുവേലി, ഇങ്ങനെ വിവിധ കൊടുവേലികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ മറ്റ് രോഗങ്ങൾക്കും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആടലോടകം ബിസിനസ് അടിസ്ഥാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്നതായ ഒരു ഔഷധ ചെടിയാണ്. പ്രധാനമായിട്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ആടലോടകം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു. ഇത് അഗസ്ത്യ തുളസിയാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക്, പാമ്പുവിഷത്തിന്, കോളറ തുടങ്ങിയ രോഗങ്ങൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. കടലോര പ്രദേശങ്ങളിൽ കാണുന്ന ഒരു അപൂർവ ഇന ഔഷധ ചെടിയാണ്. ഇതിൻ്റെ പേര് നോനി എന്നാണ്. കായാണ് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കാ കൊണ്ട് അച്ചാറിടാൻ പറ്റും. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ ഒരു കായ കൂടിയാണ് നോനിയുടെ കായ എന്നുള്ള കാര്യം. നിരവധി സന്ദർശകർ പഴയ സെമിനാരിയുടെ സാംസ്കാരിക പാരമ്പര്യവും ചരിത്രവും അന്വേഷിച്ച് ഇവിടെ എത്താറുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം gjmedia@tvm@gmail.com, മൊബൈൽ 9447129670. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.